തിങ്കളാഴ്ച ദിവസമാണ് ശിവൻകോവിലിൽ തൊഴുത് പ്രാർത്ഥിക്കാനുള്ള നല്ല ദിവസം. ഇത് പണ്ടുള്ള അമ്പലത്തിൽ നിന്ന് പായസം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കോവിലിൽ പോകുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കോവിലിൽ പോകുമ്പോഴാണ്. ഷോർട്സ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ കോവിലിൻ്റെ മലയുടെ മുകളിലിരിക്കുന്ന ഒരു കോവിലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ്, തിങ്കളാഴ്ച ദിവസമാണ്, ഇങ്ങനെ കോവിലിൽ പോകുമ്പോഴാണ് നമ്മുടെ വണ്ടി പഞ്ചറായി, എക്സ്പൾസ്. അതുകൊണ്ട് നമ്മൾ ബുള്ളറ്റിലാണ് പോകുന്നതായിട്ട് കോവിലിൽ. എന്തായാലും ബുള്ളറ്റ് എടുക്കാം. ബുള്ളറ്റ് എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഗൈസ്, നേരത്തെ അമ്പലത്തിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോ അപ്ഡേറ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. എൻ്റെ ചെയ്യുന്ന ബുള്ളറ്റ് ഉണ്ട്, 1980 മോഡൽ ബുള്ളറ്റാണത്. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ. ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രേക്ക് സിസ്റ്റം എല്ലാം ഇപ്പുറത്താണ്. അപ്പം എന്തായാലും അങ്ങ് പോയിട്ട് കാണാം. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴക്കോളമുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ അമ്പലം എത്തി. ഇനി ഒരു കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. അതായത് ഇതിനൊന്നും അതിൻ്റെ അകത്ത് നമ്മൾ, ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആർച്ച്. അതേപോലത്തെ സ്റ്റെപ്പ് നമുക്ക് ഈ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഒരു റോഡ് ഏതാ കോവിലിൻ്റെ മുകളിൽ എളുപ്പത്തിന് പോകാൻ വേണ്ടി റോഡ് വെട്ടി, അങ്ങനെയാണ് ഈ വഴികളൊക്കെ പോയത്. കയറണം. ഒരു എത്ര സ്റ്റെപ്പ് മൊത്തമുള്ള 300 സംതിങ് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മൊത്തത്തിൽ കയറാൻ. നമുക്ക് എന്തായാലും കയറാം. അതുപോലെ തന്നെ നമ്മുടെ കോവിലിൽ കയറുമ്പോഴത്തേക്ക്, ഇതിപ്പം കുറച്ച് വർഷങ്ങൾ മുന്നേ കെട്ടിയാണ്. നമ്മുടെ ഈ കാണുന്ന പടിയില്ലേ, ഇത് പണ്ടുള്ളതാണ്. ഇതുവഴിയാണ് പണ്ട് ആൾക്കാർ കയറുന്നത്. ഇതുവഴി കയറിയ പാറ, അവിടെയാണ് ദേവി കോവിലുള്ള മരത്തിൻ്റെ അവിടെ. ഇപ്പം കോവിലപ്പുറത്താക്കി. ഇങ്ങനെ ഈ കണ്ണ പടി വഴിയാണ് ഇനി കയറാനുള്ളത്. ഗൈസ്, അമ്മയില്ലേ എല്ലാ തിങ്കളാഴ്ചയും കോവിലിൽ പോകും, ശിവൻ കോവിലിൽ. അതെന്താ അമ്മ എല്ലാ തിങ്കളാഴ്ച മാത്രം പോകുന്നത്? ദിവസമാണ് ശിവൻകോവിലിൽ തൊഴുത് പ്രാർത്ഥിക്കാനുള്ള നല്ല ദിവസം. തിങ്കളാഴ്ച നല്ല ദിവസമാണ്. ഓ, ശിവൻ കോവിൽ മാത്രമാണോ ഏറ്റവും നല്ലൊരു ദിവസം? എല്ലാ കോവിലും പോവാം, പക്ഷേ ശിവൻകോവിലിൽ നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. ഓപ്പടി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല, പറഞ്ഞുതരും. ഇതാണ് ടോപ്പിലുള്ള വ്യൂ. ഇത് കാണുന്നത് ലിഫ്റ്റാണ്. നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി പണിഞ്ഞ ഒരു ലിഫ്റ്റാണത്. പിന്നെ ഇതാ കാണുന്ന കേട്ടോ, അത് പഴയത്, ഇത് പുതിയത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ലിഫ്റ്റിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റി മുകളിലോട്ടുമുണ്ട്. ഉത്സവ സമയത്ത് നമ്മുടെ ഈ വിറവ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആട്ടോ. ഇതാണ് നമ്മുടെ കോവിലിൻ്റെ വ്യൂ. എങ്ങനെയുണ്ട്? അങ്ങോട്ട് തമിഴ്നാട്, അതുപോലെ നമ്മൾ ഈ സൈഡ് വന്നിട്ട് കേരളം. രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മളായി കോവിലിരിക്കുന്നത്. ആൽമരമുണ്ട്, ഒന്നല്ല രണ്ട് ആൽമരമുണ്ട്. 2 3 ഉണ്ട്. 1 2 3 ഉണ്ട്. രാവിലെ നമ്മളെന്തായാലും കോവിലെത്തി. ദേവി കോവിൽ അപ്പുറത്ത് കാണുന്നത് ശിവൻ കോവിൽ അപ്പുറത്തുള്ളത്. ഓക്കെ. ചെരുപ്പൊക്കെ ഈ ഭാഗത്ത് ഊരിയിട്ടിട്ട് പോവാം. ഫസ്റ്റ് ശിവൻ കോവിലിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് ദേവി കോവിൽ. ഓക്കെ, നമുക്ക് എന്തായാലും കോവിലിൻ്റെ ഉള്ളിലോട്ട് കാണാം. ഇതാണ് നമ്മുടെ ശിവൻ കോവിലിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെയൊക്കെ നല്ല മഞ്ഞ് ഇറങ്ങി നിൽക്കുന്നു. ഈ ഭാഗത്തുണ്ട്, പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മുടെ കോവിലിൻ്റെ ബാക്ക് സൈഡ് തേങ്ങയൊക്കെ പൊട്ടിക്കേണ്ട സ്ഥലം. പിന്നെ അവിടെ ഒരു കൽവിളക്കുണ്ട്. കൽവിളക്കുണ്ട്. പിന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടി. നല്ല തെന്നലുണ്ട്. അതാ ഒരു വിഷയം. നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ കരയി കിടക്കും. ഇതാ പറഞ്ഞാൽ തമിഴ്നാട്. ഈ സൈഡ് ഫുൾ തമിഴ്നാടാണ്. അതേപോലെ നമ്മുടെ ഈ സൈഡ് ഫുൾ കേരള. പാറശാല അങ്ങോട്ട്, ഇത് നമ്മുടെ മാർത്താണ്ഡം, കുഴിത്തറ അങ്ങോട്ട് ആ സൈഡ്. എന്തായാലും കോവിലിൽ പൂജ പറയാം. നമുക്ക് അകത്തോട്ട് കയറാം.
ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദേവി കോവിലിൻ്റെ ബാക്ക് സൈഡാണ്. ഈ കാണുന്ന വലിയൊരു ടവറാണ്. മുന്നോട്ട് പോയിട്ട് കാണിച്ചാൽ നമ്മുടെ ഈ പോലീസിൻ്റെ എന്തോ കൺട്രോൾ റൂമിൻ്റെ എന്തോ ഒരു സംഭവമാണ്. വലിയൊരു ടവറാണ്. അതിൻ്റെ ഒരു കൺട്രോൾ റൂമാണത്. എപ്പോഴും ഇവിടെ പോലീസ് കാണും. 24 മണിക്കൂറും 24 hours പോലീസ് കാണും. പിന്നെ ഇതാണ് നമ്മുടെ കോവിലിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ ഇരിക്കാനായിട്ട് രണ്ട് ബെഞ്ചുണ്ട്. മറ്റത് വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു വ്യൂ ഒക്കെ കണ്ടായിരിക്കും. വേറെ ലെവല്. നല്ല കാറ്റുണ്ട് രാവിലെ. മഴ പെയ്യാതിരുന്നാൽ മതി. പിന്നെ നമുക്ക് കണ്ടില്ലേ, ഇതാ കാണുന്ന സ്ഥലമില്ലേ, ഇതൊക്കെ കേരളമാണേ. മൊത്തം കേരളമാണ്. മൊത്തം ഇങ്ങോട്ട് തമിഴ്നാടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നേരത്തെ പറഞ്ഞിട്ട് അപ്പുറത്ത് അവിടെ തമിഴ്നാടാണ്. ഇതൊക്കെ കേരളമാണ്. തറയിലൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഞാവൽപ്പഴം. ദേഹത്തൂടെ ഉടുപ്പ് കളറാണ്. കണ്ടില്ലേ, ഞാവൽപ്പഴം. ഞാവൽപ്പഴം പഴുത്ത് തറ ഫുള്ള് നിറഞ്ഞ് കിടക്കുകയാണ്. നമ്മളൊക്കെ കൂടെ ഒരു ദിവസം ഞാവൽപ്പഴം അടക്കാൻ വേണ്ടിയിട്ട് വന്നു. അന്ന് പക്ഷേ ഞാവൽപ്പഴം ഇല്ല. സൂര്യാസ്തമനത്തിൻ്റെ ആ ഒരു ഗോൾഡൻ ലൈറ്റ് അതുണ്ടോ. പൂജ തുടങ്ങി ഇവിടെ ദേവി. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മഴ മാറി വെയിൽ വന്നു. ഇനി നമുക്ക് പേടിക്കണ്ട, സീനില്ല. ഗൈസ്, അങ്ങനെ നമ്മളെ ശിവൻകോവിലിൽ തൊഴുത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞു. നമുക്ക് ദേവികോവിലിൽ പൂജ ഉണ്ട്. ഇനി പുറത്ത് പോകണം. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഗൈസ്, എന്തൊക്കെ പറഞ്ഞാലില്ലേ, രാവിലെ കുളിച്ച് നമ്മളൊരു കോവിലൊക്കെ പോയി ചന്ദനക്കുറിയൊക്കെ ഇട്ട് നിൽക്കുമ്പം അതൊരു പോസിറ്റീവ് ഫീലാണ് അല്ലേ. അത് എന്തോ ഒരു പോസിറ്റീവ് ഫീൽ. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഒരു പോസിറ്റീവ് ഫീലാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.